എന്റെ സുഹൃത്തുക്കൾ തിരിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ജാസ്തി രംഗം മുതലാണ് സുഹൃത്തുക്കളാണ്. വ്യവസായ മന്ത്രി ഞാൻ ഒരുമിച്ച് പല പ്രാവശ്യം മന്ത്രിസഭയിൽ വന്നിട്ട് അടുത്ത ഒരു രാഷ്ട്രീയ സുഹൃത്താണ് അദ്ദേഹം. തൊഴിലാളിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് മുതൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ശിവകുമാറുമെല്ലാം. ഇപ്പം ഞാൻ പഴയതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് അത്രയും പിടിപ്പില്ലാത്ത മനസ്സിലല്ല. പക്ഷേ കേന്ദ്രം UPA ഭരിക്കുകയും കേരളം ഇടതുപക്ഷം ഭരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും ഞങ്ങൾ 2007 മുതൽ 2011 വരെ കലവറയില്ലാതെ പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് എനിക്ക് പൂർണ്ണമായ സഹകരണം കിട്ടി. ഷിയാദ് അഗ്രിമെന്റിന്റെ ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പണ്ഡിതനില്ലാത്ത എന്റെ നിഘണ്ടുവിൽ വാക്കുകളില്ല. എന്റെ കയ്യിലുള്ള എല്ലാ നല്ല വാക്കുപയോഗിക്കുന്നത് ശ്രമിക്കുകയാണ്. ഞാനവിടെ തീരുമാനങ്ങൾ എടുക്കുക മാത്രമേ ഉള്ളൂ. നടത്തിപ്പ് മുഴുവൻ കേരള ഗവൺമെന്റും വ്യവസായ വകുപ്പും കരീമും ഒക്കെയായിരുന്നു. ES അച്യുതാനന്ദനും എന്നെ കാര്യമായി സഹായിച്ചു. അതുകൊണ്ടാണ് 6 സ്ഥാപനങ്ങളോട് കൊണ്ടുവന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയുകയാണ്, എനിക്കെന്തോ ഒരു ധൈര്യം ചോർന്നു പോയിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് കുറഞ്ഞിരിക്കും. കാരണം എൻ്റെ കയ്യിലുള്ള സ്ഥാപനങ്ങളെല്ലാം പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങളാണ്. മറ്റ് വ്യവസായങ്ങൾ നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനം നടത്താൻ പറ്റില്ല, അനുവദിക്കില്ല. പക്ഷേ പ്രതിരോധ വകുപ്പിന്റെ ശൈലി കേരളത്തിലെ വ്യവസായ രംഗത്തിൽ ഇപ്പോഴും പൊരുത്തപ്പെടുന്നില്ല. രണ്ടും തമ്മിൽ ഇപ്പോഴും ഓരോ മുതലായിട്ട് നിൽക്കുകയാണ്. ആരുടെ കുറ്റമാണെന്ന് എനിക്കറിയത്തില്ല. എന്റെ കുറ്റമാണോ, മറ്റുള്ളവരുടെ കുറ്റമാണോ, തെറ്റിദ്ധരിക്കുന്ന കുറ്റമാണോ, ഏതായാലും ആ ശൈലി രണ്ടും പൊരുത്തപ്പെടുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചാൽ ആ ശൈലി മാറ്റാനും പറ്റത്തില്ല. ഞാനൊരു താൽക്കാലിക പ്രതിരോധ സ്ഥിരം ഉദ്യോഗസ്ഥനല്ല. ഈ രാജ്യത്തിൽ ആർക്കും മന്ത്രി കസേര കുത്തകയല്ല, രാജവാഴ്ച മാത്രമേ ഉള്ളൂ. ഇന്നൊരാൾ നാളെ വേറൊരാൾ വരും. പക്ഷെ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് ചില ശൈലികളുണ്ട്. കാരണം ഡിഫൻസാണ്, സെക്യൂരിറ്റിയാണ്. ആ ശൈലി മാറ്റം ഞാൻ സാധ്യമല്ല. അത് ഇവിടെ ഉണ്ടായ ചില അന്തരീക്ഷത്തിലെ ചില കരട് കണ്ടപ്പോൾ എനിക്ക് പിന്നീട് ഒരു ധൈര്യം മാറി. ഞാനതുകൊണ്ട് ഉമ്മൻചാണ്ടി എന്നോട് എപ്പോഴും പറയും, കൂടുതൽ തുടങ്ങണമെന്ന്. നോക്കാം ഞാൻ പറയും, കുഞ്ഞാലിക്കുട്ടിയും പറയും. പക്ഷേ നോക്കാൻ ഇതുവരെ എന്റെ മനസ്സ് വന്ന് അനുഭവിച്ചിട്ടില്ല. എനിക്ക് ധൈര്യം കുറഞ്ഞു, സത്യത്തിൽ. എല്ലാവരും ഡിഫൻഡ് ചെയ്യാനില്ലെങ്കിൽ ഞാൻ ആരെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപനം കൊണ്ടുപോകും. എല്ലാവരും ഉദ്ദേശിച്ച് പറയാം, നിങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ച് പറയാം.